ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മാനാ വില്ലേജിൻ്റെ വിശേഷങ്ങളാണ്. മാനാ വില്ലേജ് ബദരീനാഥിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാമപ്രദേശമാണ്. മാനാ വില്ലേജിന് ശേഷം വസുധാരയുണ്ട്. വസുധാരയെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടിബറ്റൻ ബോർഡർ, ചൈനീസ് ബോർഡറാണ് ഉള്ളത്. ഈ മാനാ വില്ലേജിൽ ശീതകാലത്ത് ജനങ്ങൾ താമസിക്കില്ല. 6 മാസം മാത്രമാണ് ഇവിടെ ജനവാസമുള്ളത്. മാനാ വില്ലേജ് മഹാഭാരത പുരാണവുമായി വളരെ ബന്ധപ്പെട്ട ഒരു ചെറു ഗ്രാമമാണ്. ഇപ്പോൾ മാനാ വില്ലേജിലെ ചെറിയ അങ്ങാടികളുടെ ഒരു ചെറിയ തെരുവിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അവിടെ ഈ ഒരു സ്ട്രീറ്റ് മാത്രമാണുള്ളത്. ഇവിടെ സ്ഥിരതാമസം പറഞ്ഞാൽ 6 മാസം മാത്രം താമസിക്കുന്ന കുറേ ഗ്രാമവാസികളുണ്ട്. അവർ തുണിത്തരങ്ങളും മറ്റും കൈകൊണ്ട് നിർമ്മിച്ച് അവിടെ തന്നെ വ്യാപാരം ചെയ്യുന്നു ഈ ചാർധാം യാത്രാ സീസണിൽ. ഇവിടെ നിന്നാണ് വേദവ്യാസൻ മഹാഭാരതം കഥ രചിച്ചത് എന്ന് വിശ്വസിക്കുന്നു. മഹാഭാരത കഥ വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുകയും ഗണപതി അത് എഴുതുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അപ്പോൾ വേദവ്യാസൻ മഹാഭാരതം പറഞ്ഞുകൊടുത്ത് എന്ന് വിശ്വസിക്കുന്നൊരു ഗുഹ, എവിടെ ഇരുന്നാണ് പറഞ്ഞു കൊടുത്തതെന്ന് വിശ്വസിക്കുന്നൊരു ഗുഹ ഈ ഗ്രാമത്തിലുണ്ട്. അതിനോട് തൊട്ടടുത്തു തന്നെ എവിടെ ഇരുന്നാണോ ഗണപതി ഇത് എഴുതിയെടുത്തത്, അതായത് ഗണപതി ഗുഹ എന്ന് പറയുന്ന ഗണപതി ഇരുന്നൊരു ഗുഹയും വിശ്വസിക്കുന്നൊരു ഗുഹയും ഈ ഗ്രാമത്തിൽ ഉണ്ട്. ആ 2 ക്ഷേത്രങ്ങളും ദർശനം നടത്തിയ ശേഷം ഇവിടെ സരസ്വതി ക്ഷേത്രമുണ്ട്. സരസ്വതി നദി ഇതുവരെ, അതായത് ഈ മാനാ വില്ലേജ് വരെയാണ് ബാഹ്യമായി ഒഴുകുന്നത്. പിന്നീടത് അന്തർധാരയായി ഒഴുകി പ്രയാഗ്രാജിൽ വെച്ച് ഗംഗയുമായി കൂടിച്ചേരുന്നു എന്നാണ് വിശ്വാസം. സരസ്വതി ദേവി മഹാഭാരതം എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ വിസമ്മതിക്കുകയും ഗണപതിയെ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷം വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുന്ന നേരത്തെ ഒളിഞ്ഞ് ഗണപതി രചിക്കുന്നത് നോക്കി അതിൽ കോപിഷ്ഠനായ മുനി സരസ്വതിയെ അന്തർമുഖിയായി ഭവിക്കാൻ ശപിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതി ഗുഹയുടെ അരികിലാണ്. ഗണപതി ഗുഹയിലേക്ക് ചെറിയ രീതിയിലുള്ള ക്യൂ ഒക്കെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ഒരു ഇടുങ്ങിയ സ്ട്രീറ്റ് പോലെയാണ്. ചെറുതായിട്ട് കയറണം. കഷ്ടി ഒരു 1.5 കിലോമീറ്ററേ നടക്കാനുള്ളൂ. ഇതാണ് ഗണപതി ഗുഹ. അവിടെ ചെറിയൊരു ഗുഹ പോലെ ഒരു ഇതാണ്. വലിയൊരു ക്ഷേത്രമൊന്നും, വലിയ ആർഭാടമുള്ളൊരു ക്ഷേത്രമൊന്നുമല്ല. ഇതിന് ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തെ കൂടുതലും ശ്രദ്ധയാകർഷിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് വ്യാസഗുഹയിലേക്കാണ്. ഈ 2 ഗുഹകളും തമ്മിൽ ഏകദേശം ഒരു 100 മീറ്ററിലധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ
ഗണപതിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ് അദ്ദേഹം എഴുതിയതാവാം എന്നൊക്കെ വിശ്വസിക്കാം. ടെലിപ്പതിയോ അങ്ങനെ വല്ലൊക്കെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കാം ഈ ആശയവിനിമയം നടന്നിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കാം. ഇത് വ്യാസഗുഹയാണ്. ഇത് പുറത്തേക്കൊരു ചെറിയ ബിൽഡിങ് കെട്ടിയിട്ടുണ്ടെങ്കിലും വലിയൊരു മലയിലുള്ള ഒരു ഗുഹയാണത്. ആ മല പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇനി നമ്മൾ സരസ്വതി നദിയുടെ അങ്ങോട്ട് യാത്രയാവുകയാണ്. മഹാഭാരത രചന ഈ കാണുന്ന മലയുടെ ഇടയിലാണ് ഗുഹ. ഇപ്പോൾ കാണുന്നതല്ല, ഇത് വന്ന് സരസ്വതി അല്ല, ഇത് അളകനന്ദയാണ്. സരസ്വതി നദി ഇവിടുന്ന് കാണില്ല. ഇപ്പോൾ നമ്മൾ സരസ്വതി നദി ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഒരു 1 കിലോമീറ്റർ താഴെ ദൂരം ഗണപതി ഗുഹയിൽ നിന്നും സരസ്വതി ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇതാണ് സരസ്വതി ക്ഷേത്രം. സരസ്വതി ക്ഷേത്രവും മഹാഭാരത കഥയുമായിട്ട് വീണ്ടും ബന്ധമുണ്ട്, ഈ സ്ഥലവും തമ്മിൽ. മനോഹരമായൊരു സരസ്വതി ക്ഷേത്രം ഇവിടെ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് സരസ്വതിയുടെ നദി ഇതുവരെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്നു എന്നാണ് വിശ്വാസം. ഈ കാണുന്ന വെള്ളം സരസ്വതി നദിയിൽ നിന്നുള്ളതാണ്. ഈ ഗുഹയിലേക്ക് വെള്ളം വീഴുന്നതോടുകൂടി, ഈ പാറയുടെ ഇടക്കെട്ടിലേക്ക് വെള്ളം വീഴുന്നതോടുകൂടി സരസ്വതി നദി നമ്മുടെ ദൃശ്യത്തിൽ നിന്നുമായും. ഇപ്പോൾ കാണുന്നത് റൗണ്ട് ചെയ്ത ഭാഗം ഭീംഫൂൽ എന്ന് പറയുന്ന ശിലയാണ്. ഇത് ഭീമസേനൻ സ്വർഗാരോഹണ സമയത്ത് പാഞ്ചാലിക്ക് ഇത് സരസ്വതി നദി കുറുകെ കടക്കാൻ കഴിയാത്തപ്പോൾ ഒരു ശില അവിടേക്ക് എടുത്തു വെച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് ഭീംഫൂൽ എന്നറിയപ്പെടുന്ന ശില. ഭീംഫൂൽ ഒന്നുകൂടി ഞാൻ കാണിക്കാം, റൗണ്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാണ് ഭീംഫൂൽ. ആ സരസ്വതി നദിയെയും ആ ഇടയെ ആ രണ്ടിനെയും ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു വലിയ കല്ല്. സരസ്വതി നദിയിൽ നിന്നും ജലം ശക്തിയായി പ്രവഹിച്ചുണ്ടായ ഒരു മഴവില്ല് പോലുള്ള രൂപമാണ് കാണിച്ചത്. ഇതാണ് ഇന്ത്യയുടെ ലാസ്റ്റ് ചായക്കട എന്നവിടെ ബോർഡ് എഴുതിയിരിക്കുന്നത്. ഇതാണ് സ്വർഗാരോഹിണിയുടെ കവാടം. ഇതുവഴിയാണ് വാനപ്രസ്ഥം സ്വീകരിച്ച പഞ്ചപാണ്ഡവർ സ്വർഗാരോഹിണി ഇവിടുന്ന് 35 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്ക് യാത്രയായത്. ഓരോരുത്തരായി മരിച്ചു വീണ് അവസാനം ധർമ്മപുത്രരും ഒരു നായയും മാത്രമാണ് അവശേഷിക്കുന്നത്. നായ അവരുടെ കൂടെ കൂടിയതാണ്. അപ്പോൾ ഉടലോടുകൂടി ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധർമ്മപുത്രർ എന്നാൽ എന്നെ അനുഗമിച്ച നായയെ മുന്നോട്ടയക്കാൻ ആവശ്യപ്പെടുന്നു. അതിൽ സംപ്രീതനായ സർവേശ്വരൻ 2 പേർക്കും അങ്ങോട്ട് പ്രവേശനം നൽകിയെന്നും ഈ യാത്രയിലുടനീളം മരിച്ചു വീണ ബാക്കി പാണ്ഡവരിൽ 4 പേരെയും ദ്രൗപദിയെയും പുനർജീവിപ്പിച്ച് ജീവനോടെ സ്വർഗത്തിലേക്ക് അയച്ചു എന്നുമാണ് വിശ്വാസം. ഇവിടെ നിന്നൊരു 5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ വസുധാര എന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. വളരെ വളരെ പേരുകേട്ട വെള്ളച്ചാട്ടമാണ് വസുധാര. അങ്ങോട്ട് ഞാൻ യാത്ര ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങളുടെ സംഘാംഗങ്ങളെല്ലാം വളരെ ക്ഷീണിതരായതുകൊണ്ടും ആരും അത്രത്തോളം താല്പര്യമെടുക്കാത്തതുകൊണ്ട് ആ ഒരു ലക്ഷ്യം എത്താൻ പറ്റിയില്ല. മടങ്ങുകയാണ് ചെയ്തത്. ഒരു 3-4 മണിക്കൂറോളം യാത്ര വേണം. പോയി വരാൻ ഒരു 6 മണിക്കൂറോളം സമയമെടുക്കും. ഒരു 11:30-12 മണിയോട് കൂടിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബദരീനാഥിൽ പൊതുവെ തണുപ്പ് വളരെ കൂടുതലാണ്.
ഈ കാണുന്ന ആ മലനിരയുടെ കുറച്ചുകൂടി പുറകോട്ട് പോയാലാണ് വസുധാര കാണുക. ഹിമമലകളാണ് അവിടെയുള്ളത്. യാത്ര അത്യാവശ്യം കഠിനവുമാണെന്നാണ് പറയപ്പെടുന്നത്. യാത്ര ചെയ്യാത്തത് കൊണ്ട് എനിക്ക് പൊതുവെ അങ്ങോട്ട് യാത്ര ചെയ്യുന്നവർ വളരെ എണ്ണം കുറവാണ്. ഇത് സ്വർഗാരോഹിണി കവാടത്തിൽ നിന്നും ഉള്ള വിവിധ ദൃശ്യങ്ങളാണ്. അളകനന്ദ ചെറുതായി ഇങ്ങനെ ഒഴുകി വരുന്നു. ഇവിടെ സ്വല്പനേരം ചെലവഴിച്ച ശേഷം മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്രഥം ദുക്കാൻ, ഇപ്പോൾ പ്രഥം ദുക്കാനാക്കി. പണ്ട് അവസാനത്തെ ചായക്കടയായിരുന്നു, ഇപ്പോൾ ആദ്യത്തെ ചായക്കടയിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തതാണ്. ഇതോടുകൂടി ചാർധാം യാത്രയുടെ 4 ധാമും നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ആർമി പോസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.